ഹലോ, നമ്മുടെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ആദ്യം തന്നെ ഒരു സോറി പറയട്ടെ, എനിക്ക് പ്രോപ്പർലി വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എടുത്ത വീഡിയോസ് എല്ലാം ഈ യൂട്യൂബിന്റെ സൈസിനായിരുന്നില്ല കേട്ടോ. ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടിട്ട് പോവാണ് കേട്ടോ. ഇനി ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചോളാം. ഇതേ നമ്മള് സെക്കൻഡ് ഡേ ബോർ അടിച്ചിരിക്കുന്നതുകൊണ്ട് യൂനോ കാർഡ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല അത് കളിക്കാൻ. അപ്പൊ നമുക്ക് പഠിപ്പിച്ചു തരാൻ ഇതിനകത്ത് ആളുണ്ട്. അപ്പോ നമ്മുടെ സീക്കുട്ടി പഠിപ്പിച്ചു തരും കേട്ടോ. ആഹാ, അത് പറഞ്ഞാണ് വാങ്ങിച്ചത്. അങ്ങനെ പഠിപ്പിച്ചൊക്കെ തന്നു, ഞങ്ങൾ കളിച്ചു. എല്ലാത്തിലും ഞാൻ തന്നെ ജയിച്ചു. അപ്പൊ അവര് പറയുന്നത് എനിക്ക് ഭയങ്കര ലക്കാണ് എന്നൊക്കെയാണ്. എനിക്കറിയില്ല ലക്ക് കൊണ്ടാണോ എന്നറിയില്ല. എന്തോ കളിച്ചപ്പോ ജയിച്ചു. ഇത് കണ്ടോ, ഇത് ആളുടെ ഡയറിയാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടി ആയിട്ട് തോന്നി എനിക്ക്. എന്താ പറയാ, നമുക്ക് എന്തെങ്കിലും കാണുമ്പോൾ ചിലരോട് റെസ്പെക്ട് തോന്നില്ലേ, നമ്മളെക്കാളും ഒരുപാട് ചെറുതാണെങ്കിലും. അങ്ങനെ റെസ്പെക്ട് തോന്നിയ, സ്നേഹം തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ ഈ ഡയറി കണ്ടപ്പോൾ ആളത് എഴുതിയിട്ടുള്ളത്. അതിലെ കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. കുറച്ച് വ്യൂസ് ആണേ. രാത്രിയായി, കയറി കിടന്നു. നല്ല ജലദോഷമുണ്ട് എനിക്ക്, മൂക്കടപ്പുണ്ട്. 2 ദിവസമായിട്ട് ഏറ്റവും അപ്പർ ബർത്താണ് എനിക്ക് കിട്ടിയത്. അപ്പം ഇതിന്റെ തൊട്ട് മൂട്ടിലായിട്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. മൂക്കടപ്പുണ്ട്, ആകെ എല്ലാം കൂടെ വയ്യ. രാവിലെ എഴുന്നേറ്റപ്പോ കണ്ട വ്യൂ ആണ് കേട്ടോ. തോക്ക് കണ്ടോ, ഇങ്ങനെ ഒരുപാട് തോക്കൊക്കെ ഉള്ള ആളുകൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡൽഹിയിൽ എത്തി. ഇതൊക്കെ നമ്മുടെ കൂടെയുള്ള ആളുകളാണ് കേട്ടോ. ഡൽഹി റെയിൽവേ സ്റ്റേഷനാണിത്. ഇവിടുന്ന് നമ്മൾ ഫ്രഷനപ്പിനുള്ള റൂമിലേക്ക് പോകും. എന്നിട്ട് ഇവിടുന്ന് നൈറ്റാണ് നമുക്ക് ജമ്മുവിലേക്കുള്ള ട്രെയിൻ വരുന്നത്. അപ്പം നമ്മളിതാ ഈ വണ്ടിയിൽ നമ്മൾ 4 പേരാണ് ഉള്ളത്. ഫ്രണ്ടിൽ ഞാനിരുന്നു, ബാക്കിൽ 3 പേരുണ്ട് കേട്ടോ. ഞങ്ങളിതാ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ വേറെ വേറെ വണ്ടികളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഈ 3 പേരും ഞാനുമാണ് ഉണ്ടായിരുന്നത്. ക്രോപ്പ് ചെയ്തപ്പോൾ പകുതി പോയി, ക്ഷമിക്കണം. ഞങ്ങള് റൂമിന്റെ അടുത്ത് എത്താറായി. ഇതാണ് റൂം കാണിക്കാം. ഇതാണ് കേട്ടോ റൂം. നല്ല റൂമായിരുന്നു, നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഫ്രഷായി ഫുഡ് കഴിക്കാനുള്ള ഒരു ടൈമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഫ്രഷായിട്ട് വന്നു, ഡ്രസ്സൊക്കെ മാറ്റി. തലേന്ന് കുളിച്ചപ്പോൾ എന്തൊരാശ്വാസം എന്നറിയോ. കുളിച്ച് വന്നപ്പോഴാണ് ഒരു സമാധാനം കിട്ടിയത്. ദെൻ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ദോശയും പിന്നെന്താ വെജ് ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു, നല്ല ഹോട്ടലായിരുന്നു കേട്ടോ. അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് ജമ്മുവിലേക്കുള്ള ട്രെയിൻ പിടിക്കും. ബാക്കി അടുത്ത വീഡിയോയിൽ. ഓക്കെ, ബൈ ബൈ.